അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റപ്പാണ്. ജോസ് ബ്രോയും കൂട്ടരും ഫ്രണ്ട്സും എല്ലാവരും തിരുവനന്തപുരത്ത് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അവരെ നോക്കി ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. കുറച്ച് സമയമായി, 10 മിനിറ്റോളമായി കഴിക്കാൻ കയറി എന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. വന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന എല്ലാവരും വന്നു. ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. അങ്ങനെ പോകുന്നു. പക്ഷേ ഇന്നത്തെ യാത്രയിൽ ഇമ്മയും കൂടെ ഇല്ല. സാറ്റർഡേ പഠിത്തം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് പഠിത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം പിന്നെ ഞാൻ വരുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ക്ലാസ് വെറുതെ കളയണ്ടല്ലോ, സ്കൂൾ തുറന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഉടനെ തന്നെ ഒരു ലീവൊക്കെ വേണമെന്നുള്ള സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാ റീസണൊക്കെ പറയാൻ പറയും. അത് ശനിയാഴ്ച പോയില്ലെങ്കിൽ പ്രത്യേക ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനങ്ങ് ഒഴിവായി. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു ഞാനില്ലതുകൊണ്ട് നിങ്ങൾ പോകാതിരിക്കൊന്നും വേണ്ട, നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ വെറുതെ അവരെ ഇനി വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് എഴുതി ഞാൻ പറഞ്ഞു നിങ്ങൾ കുഴക്കോ, നീ വിഷമമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കാണാനിത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആണെങ്കിലും ഞങ്ങളുടെ ത്രില്ലായതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് അല്ലേ. അതെ, വിടുന്നവർക്ക് ഒരു ദൂരെയാണിത് കൊണ്ടൊക്കെ. ഞങ്ങൾക്ക് അടുത്തായതുകൊണ്ട് ഞങ്ങളായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. അതുകൊണ്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു സൈഡിലാണെങ്കിൽ ഫുള്ള് വൃത്തിയാക്കി, എന്തിനാണെന്നറിയില്ല. പൈനാപ്പിൾ കൃഷി ആയിരിക്കുമല്ലേ. പിന്നെ അങ്ങനെ മേൽഭാഗം എല്ലാം പൈനാപ്പിൾ കൃഷിയാണല്ലോ. അപ്പം അതിനും പൈനാപ്പിൾ കൃഷിക്കുള്ള ഒരു തടിലോറി ഇതൊരു മാസാനല്ലേ. തടിലോറി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. തടിലോറി, ഓഫ് റോഡ് ജീപ്പ്, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതെ, ഇത് ഒരു പ്രാന്തന്മാരാണോ എല്ലാം. ഒരു എസ് സി ലോറി എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോ എല്ലാം മാറ്റി ഒരു പുതിയ മോഡൽ ആക്കി. എന്നാലും ഫാൻസ് പഴയന കേട്ടോ ഇപ്പോഴും. അമ്മിയെ ഓടിക്കാത്തോണ്ട ഇന്ന് ഓടിച്ചു നോക്കണോ? പഠിപ്പിക്കാം. നമ്മളിനി അടുത്ത വെള്ളം കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതോടെ എല്ലാം നമുക്ക് എങ്ങനെയാണെന്ന് അതിന്റെ എല്ലാത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞിരിക്കുന്നതല്ലേ. അതെ അതെ, ഇതേ കണ്ടോ, ഈ സൈഡ് മൊത്തം രണ്ട് സൈഡിലും പൈനാപ്പിൾ തന്നെയാണ്. എനിക്കൊന്ന് ഈ മഞ്ഞ കഴിച്ചേക്കുന്നത് അറിയോ, ഈ പന്നി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കയറാതിരിക്കാൻ തോന്നുന്നു. ഈ സൈഡൊക്കെ ഉണ്ടാകും കുറെ മരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ തന്നെ അല്ല, ആ സൈഡിൽ തളികളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഫുൾ റബ്ബർ ആയിരുന്നത്. ഇതൊരു എസ്റ്റേറ്റിന്റെ വഴി അവര് മേടിച്ച് വഴി വെട്ടിയതാന്നാ പറയുന്നത്. എസ്റ്റേറ്റ് റോഡായിരുന്നു ഇത്. തിരക്കൊന്നുമില്ല, ഭയങ്കര ശാന്തമായിട്ട്. ഇതിലങ്ങനെ ആരും പോകാറില്ല. ഉറുമ്പിക്കാരൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ലല്ലോ, അതായിരിക്കാം. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളീ കാണുന്ന കാഴ്ചയല്ല ശരിക്കും, അത് നേരിട്ട് കാണാൻ നല്ല പച്ചപ്പാണ് അല്ലേ. കണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞു പോയി. അതെ, ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മിസ്സായല്ലോ, കാണാൻ പറ്റില്ലല്ലോ. കൊണ്ടുപോകും, കൊണ്ടുപോകല്ലോ. ഇത് ഉറുമ്പിക്കര നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം താഴ്ഭാഗമാണിത്. ആ വെള്ളം വരുന്ന ആ ഭാഗം തന്നെ ഇത്. പുതിയ പാലൊക്കെ പണിയുന്നുണ്ട്. എന്താ മെയിൻ റോഡാക്കാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ റബ്ബറാണ്. അതുകൊണ്ട് രാജ്യം കൂട്ടർ പിന്നാലെ തന്നെ പിടിക്കുന്നുണ്ട്, തൊട്ട് പുറകെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട്. ഇവിടെ എല്ലാം മഴയില്ലായിരുന്നു, നല്ലതായിരുന്നു, മഴയില്ലായിരുന്നു. ഇവിടേക്ക് വേറെ എന്തോ കൃഷികളാണ്. ഇത് എനിക്ക് ജാതി മരം പോലത്തെ സാധനമാണ്. ജാതിയാണോ അറിയില്ല, എന്തോ നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഇവിടെ നമ്മൾ ഇറങ്ങി. ഇത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അതാ വെള്ളപ്പൊക്കത്തിന് ഒലിച്ചു പോയത്. അത് പഴയ വെള്ളപ്പൊക്കത്തിന് പോയതായിരിക്കും. ഇത് രണ്ടാം പടതാണ് കാണും പറയുന്നത്. അവിടെ നമ്മൾ വണ്ടി നിർത്തി എല്ലാവരും. ഇവിടെ തമിഴോട്ട് നല്ല വ്യൂ പോയിന്റ് ആണ്. ഇത് കാണുമ്പോൾ പ്രത്യേകമാണ്. നമ്മള് വരച്ച് വെച്ച പോലെ ആര് കണ്ടാലും ഒന്ന് കുറച്ചേ നിന്നു
നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിലെ വെള്ളച്ചാട്ടം അതാണ് വെള്ളച്ചാട്ടം. ഇതാണ് ലോങ് വ്യൂ ആണ്. നിങ്ങളങ്ങോട്ടൊന്നും ഇറങ്ങിയില്ലേ? പിന്നെ ഇറങ്ങി കാണാൻ പോകുന്നല്ലേ, കാണാൻ അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ച ഞാൻ പറഞ്ഞറിയിക്കണ്ട. രാജ് എന്തോ താഴെ കാണാൻ പോയത് നോക്കുന്നുണ്ട് എന്താന്ന്. എല്ലാവരും വെള്ളച്ചാട്ടമൊക്കെ കണ്ട എൻ്റെ സന്തോഷം എല്ലാവരുടെ സെൽഫി എടുത്ത്, സെൽഫി അല്ല ഒരു ഫോട്ടോ എടുത്തു. ഈ വ്യൂ കാണാണെങ്കിൽ ഇച്ചിരി റിസ്ക് ആണ്, ഇങ്ങനെ കഷ്ടപ്പാടാണ് കയറാൻ. ഇച്ചിരി കഷ്ടപ്പെട്ടാലന്നെ നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. നല്ലൊരു വെള്ളച്ചാട്ടം. ഇന്നത്തെ വീഡിയോ പ്രത്യേകമുണ്ട്, എന്താ കാണിച്ചു തരാം, കണ്ടോണം. എന്നെ കൊതിപ്പിക്കുക. ഞാൻ വീഡിയോ എല്ലാം കണ്ട് ഭയങ്കര നിരാശയിലാണ്. കാരണം എന്ത് നല്ലൊരു കാഴ്ചയായിരുന്നു. അടുത്തറിയാം, മൊത്തം കല്ലെല്ലാം നല്ല വഴുക്കലാണ്, പിടിച്ച് കയറിയില്ല, കാൽ സ്ലിപ്പാവും. അതുകൊണ്ടാണ് പിടിച്ച് കയറിക്കും. ഒരാൾ വീണാൽ അടുത്താളും വീഴണം എന്ന രീതിയിലാണ്. അങ്ങനെയല്ല, നമ്മൾ തെന്നി വീഴാതെ, കല്ലല്ലേ വെള്ളമല്ലേ, നമ്മൾ ശ്രദ്ധിച്ച്. ശരിക്കും മഴക്കാലത്ത് വെള്ളത്തിൽ ഇറങ്ങുന്നതാണ് പറയുന്നത്. മഴക്കാലത്തല്ലേ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ളു അല്ലേ? അതെ അതെ. ഇവര് മഴ സമയത്ത് വെള്ളച്ചാട്ടങ്ങൾ തേടിയുള്ളൊരു യാത്രയായിരുന്നു എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. മഴ സമയത്താണ് വെള്ളച്ചാട്ടം ഉള്ളു, മഴയിലൂടെ വെള്ളം ഇല്ല. അധികം ആർക്കും അറിയാത്ത സ്ഥലങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മള് പോയ സ്ഥലങ്ങളൊന്നും, ഈ പോയ വെള്ളച്ചാട്ടങ്ങളൊന്നും അധികം ആൾക്കാരൊന്നും ഞാൻ മാത്രം ഉള്ളായിരുന്നു. വെള്ളം കണ്ടപ്പോ ഞാൻ കുളിച്ചതാ. നല്ല രീതിയിൽ കുളിച്ചല്ലോ. എന്റെ വാൻഡും വാച്ചും പേഴ്സും അല്ല, ഇവരെല്ലാം ക്രോസ് ചെയ്തപ്പോ ഓൾറെഡി നനഞ്ഞായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രത്യേകത. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം. വെള്ളച്ചാട്ടത്തിന്റെ പേരെന്നാ? ഇതിന്റെ പേര് വെംബ്ലി വെള്ളച്ചാട്ടം എന്നും പറയാറുണ്ട്, പിന്നെ പാപ്പാനി വെള്ളച്ചാട്ടം എന്നും പറയാറുണ്ട്. ജോഷ് പ്രോ പറഞ്ഞത് വെംബ്ലി വെള്ളച്ചാട്ടം എന്നാണ്. ജോഷ് പ്രോ താഴെ പോയി ചോദിച്ചിട്ടാന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ വെള്ളച്ചാട്ടം അല്ലേ, മഴയല്ലേ, അപ്പം വിശദമായിട്ട് ജോഷ് പ്രോ, നമ്മുടെ കോർഡിനേറ്റർ ജോഷ് പ്രോ വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങിയത് തന്നെ. നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിക്കണമല്ലോ. പിന്നെ അതെ അതെ. ഇത് എടുത്തു തന്നത് നമ്മുടെ ഒരു ബ്രോ, പേരോ വിഷ്ണു ദിനേശ് പാല. അതെ, പല സിനിമകളിലും ഡ്രോൺ ഷൂട്ട് ചെയ്ത ആളാണ്. നമ്മൾ വിളിച്ചോണ്ട് ജോഷ് ബ്രോ, നമ്മളല്ല ജോഷ് ബ്രോ വിളിച്ചോണ്ട് അദ്ദേഹം ഓടി എത്തി വന്ന് ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇത്ര സ്പെൻഡ് ചെയ്ത് തന്നേലും അത് കാണാനുണ്ട്. അതെ, നല്ല ഭംഗി. ഡ്രോണുള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ ബ്യൂട്ടി മൊത്തത്തിൽ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, നമ്മൾ നിൽക്കുന്ന അവിടെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഭംഗി ഉണ്ടെങ്കിൽ ഈ വ്യൂ തന്നെ വേണം. ഡ്രോൺ ഷൂട്ട് ഉള്ളതുകൊണ്ട് നല്ല രീതിയിലുള്ള അതിന്റെ വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ അതെ, അത് കണ്ടു നോക്കിയാൽ അറിയുള്ളൂ. പിന്നെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ അവിടെ എല്ലാവരും അന്വേഷിച്ചിട്ടാണ് ഈ വെള്ളത്തിൽ ഇറങ്ങിയത് തന്നെ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. മഴയാണ്, അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെ നോക്കണം, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അവിടെ ആരും ഇല്ല, നമ്മൾ ഇതേപോലെ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നോക്കണമല്ലോ. അതെ, അപ്പം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നീ വെള്ളത്തിന്റെ തൊട്ട് കീഴേ പോയി നിൽക്കുന്നത്. ആദ്യം ഇങ്ങനെ കുഴപ്പമില്ല, കല്ല് ചെറിയ കല്ലാണെങ്കിൽ പോലും ഉണ്ടല്ലോ ഡേഞ്ചർ ആയിരിക്കും. അത് വന്ന് പതിക്കുന്ന നല്ല ശക്തിക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ മാറി നിന്നാൽ കുഴപ്പമില്ല. വെള്ളം കണ്ടു കഴിയുമ്പോൾ ആരും വെള്ളത്തിൽ എങ്ങനെങ്കിലും ചെന്ന് ഇറങ്ങാനുള്ളൊരു ആവേശം. അതെ, അല്ല ഞാനങ്ങനെ ഇറങ്ങി, അതുകൊണ്ടല്ല പറഞ്ഞത്. ഇവിടെയൊക്കെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് എല്ലാവരും പിടിച്ച്. ചേച്ചിയാണെങ്കിൽ കണ്ടോ എന്തോ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ. വഴുക്കലോ കുഴിയോടെ നോക്കാൻ വേണ്ടി അങ്ങനെ കേൾക്കുന്നത്. ആരും അറിയാൻ വേണ്ടി പിടിക്കുമ്പോൾ അറിയാലോ. അങ്ങനെയൊക്കെ വേണം വെള്ളത്തിൽ ഇറങ്ങാൻ. എല്ലാവരും അങ്ങനെ ഇറങ്ങുക, സേഫ്റ്റി മസ്റ്റ്. പിന്നെ അങ്ങനെ വേണം. പിന്നെന്താ, ഒരു വെള്ളച്ചാട്ടം കണ്ടെന്ന് പറഞ്ഞിട്ട് ആവേശം മൂത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക്. അതെ, ഇവിടെ ആരും വരാൻ, നമ്മുടെ അവിടെ വെള്ളച്ചാട്ടല്ലേ, വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഇവിടെ. അതെ, എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മള് പോകുമ്പോ എനിക്ക് വന്നാൽ നമ്മൾ കുറെ പേര് ഒന്നിച്ച് തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എടുത്തൊന്നും ആരും പോകാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മളെപ്പോഴും പോകുമ്പോൾ ഞങ്ങൾ താഴെ ചെന്ന് ജോഷ് ബ്രോ താഴെ വിശദമായി അന്വേഷിച്ചിട്ടാണ് ഞങ്ങളുടെ കയറിയതും എല്ലാം കണ്ടതും. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ സൂക്ഷിക്കുക. ജ്യോതിഷൻ ആണ് ഇവർ ക്യാപ്റ്റൻ ജോഷ് ബ്രോ. ഓക്കെ, നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും ഉണ്ട് വെള്ളച്ചാട്ടം. ഇമ്മി കണ്ടില്ലല്ലോ, ഇമ്മി എല്ലാം കണ്ടു പോയാൽ മതി, കാണണം. അതല്ലെങ്കിൽ ഞാൻ കാണും.
എന്നെ കൊണ്ടുപോകാതെ പോയതല്ലേ. അപ്പം ഞാൻ മൊത്തത്തിൽ ഇരുന്ന് എന്തായാലും കാണും. ഇനിയില്ല, എല്ലാരും കാണണം, എല്ലാവരും കാണാം, സബ്സ്ക്രൈബറും കാണും. അപ്പം ഇതിൻ്റെ തുടർ ഭാഗം ഇനിയുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കി എല്ലാവരും കാണണം.